അപ്പോൾ അടുത്ത നമ്മള് സെക്ഷൻ വരുന്നത് പ്രൊപ്പോസിഷണൽ ലോജിക് ആണ് വരുന്നത്. അതായത് മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ അകത്ത് വരുന്നതാണ് വരുന്നത്. മാത്തമാറ്റിക്കൽ ലോജിക്. അപ്പോൾ ഗ്രാഫ് തിയറി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ വരുന്നതാണ് മാത്തമാറ്റിക്കൽ ലോജിക്. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ ലോജിക്കിന്റെ അകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൊപ്പോസിഷണൽ പിന്നെ ലോജിക് ഒക്കെ വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് വരുന്നത് ഫസ്റ്റ് പ്രൊപ്പോസിഷണൽ ലോജിക്. സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ ടോപ്പിക് പ്രൊപ്പോസിഷണൽ ലോജിക് ആണ്. അപ്പൊ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങനെ ഒരു ആൻസർ കിട്ടില്ല എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ടോപ്പിക്കും നമുക്ക് ഇല്ലാന്ന് തോന്നും. എന്നുവെച്ചാൽ അത്രക്ക് സിമ്പിൾ ആണ്, അതായത് വളരെ സിമ്പിൾ ആണ്. അതായത് അതിന്റെ നൊട്ടേഷൻസ് അതുപോലെ തന്നെ സിമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് മാത്തമാറ്റിക്കൽ ലോജിക്. പക്ഷെ കാണുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും, അയ്യോ ഇത് കിട്ടൂല എന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും അല്ലെ. ഫോർ ഓൾ എക്സ്, അതായത് അതുപോലെ എക്സിസ്റ്റഡ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ സിമ്പലും എല്ലാം കുറെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ ഇത് നമുക്ക് പറ്റില്ല, ഒഴിവാക്കും. പക്ഷെ ഒഴിവാക്കേണ്ട കാര്യമില്ല, വേഗം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു പ്രൊപ്പോസിഷൻ എന്താണെന്ന് നോക്കാം അല്ലെ. വാട്ട് ഈസ് എ പ്രൊപ്പോസിഷൻ? എന്നാ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ലോജിക്കൽ റീസണിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്? എ ട്രൂ ഓർ ഫോൾസ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ് അല്ലെ. ഒന്നിക്കൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും അല്ലെ. ഐദർ ട്രൂ ഓർ ഫാൾസ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രൊപ്പോസിഷൻ നമ്മൾ പറയുന്നത്. അപ്പോ വാട്ട് ഈസ് എ പ്രൊപ്പോസിഷൻ? പ്രൊപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫോൾസ്. അങ്ങനെയുള്ള ടൈപ്പ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താ പറയാ? പ്രൊപ്പോസിഷൻ നമ്മൾ പറയും. നെക്സ്റ്റ് ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് നോക്കാം. 1 + 1 = 2. 1 + 1 = 2 എന്ന് പറയുന്നത് എന്താ? ട്രൂ അല്ലേ. ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. ഇറ്റ് ഈസ് ട്രൂ അല്ലെ. നമ്മളെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. വേറൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു. ടുഡേ ഈസ് മൺഡേ. ടുഡേ ഈസ് മൺഡേ. ഇന്ന് മൺഡേ ആണല്ലേ. ശരിക്കും ഇന്ന് മൺഡേ തന്നെയാണ് അല്ലെ. നമ്മൾ 2 ദിവസം ശനി ഞായറും ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് മൺഡേ തന്നെയാണ് വരുന്നത്. ശരിക്കും ഇന്ന് ടുഡേ മൺഡേ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ് അല്ലെ. ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇത് ഇന്നത്തെ കേസിൽ ട്രൂ ആണ് അല്ലെ. ഇന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടുഡേ ഈസ് വെനസ്ഡേ. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്? അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ് അല്ലെ. ഇന്ന് വെനസ്ഡേ ആണെന്ന് പറയുന്നത്, പക്ഷെ ഇന്ന് വെനസ്ഡേ ആണോ? അല്ല, ഇന്ന് മൺഡേ ആണ് അല്ലെ. അപ്പൊ ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ ട്രൂ ആണ് അല്ലെ. അതുപോലെ തന്നെ ടുഡേ ഈസ് വെനസ്ഡേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. 1 + 1 = 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാ? എ പ്രൊപ്പോസിഷൻ is a declarative sentence which is either true or false. T എഴുതിയത് ട്രൂ ആണ്, F എഴുതിയത് false. Either true or false. It is denoted by true or false statement. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? 1 or 0 എന്ന് പറയാം. അപ്പൊ a proposition is a declarative sentence which is either true or false.
അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു അല്ലെ, ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതുപോലെ തന്നെ ടുഡേ ഈസ് വെനസ്ഡേ എന്ന് പറയുന്നത് ഫാൾസ് ആണ് അല്ലെ. ടുമാറോ എന്ന് പറയുന്നത് ടുമാറോ ഈസ് വെനസ്ഡേ എന്ന് പറയുന്നത് ഫാൾസ് ആണ് അല്ലെ. ടുമാറോ ട്യൂസ്ഡേ എന്ന് പറയുന്നതാണെങ്കിലോ ട്രൂ ആണ്. അപ്പൊ നമ്മൾ ഏതൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ട്രൂ ഓർ ഫാൾസ് ആണ് അല്ലെ. അല്ല ഞാനിപ്പോ വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ, അങ്ങനെ പറയുന്നത് എന്താണ്, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, യൂണിവേഴ്സലി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു അങ്ങനെ പറയുന്നത് എന്താണ്, വേറൊരു either ട്രൂ ഓർ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് ട്രൂ ആണ് നമുക്കറിയാം അല്ലെ, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം, അത് ട്രൂ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഇനി ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ നമ്മളിപ്പം പ്രൊപ്പോസിഷൻ എന്താന്ന് പറഞ്ഞു, ട്രൂ ഓർ ഫാൾസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം കേൾക്കുമ്പോൾ തോന്നും അല്ലെ, ഞാൻ ഫുഡ് കഴിക്കുന്നു. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കുന്നു എന്ന് പറയുന്നത് ട്രൂ ആവാം ഫാൾസ് ആവാം അല്ലെ, അത് പ്രൊപ്പോസിഷൻ ആണ് അല്ലെ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതല്ലാത്തത് ഏതാണെന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ എന്തായാലും വരും അല്ലെ. ഇനി ഞാൻ ചോദിക്കുന്നത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ് നൗ. നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലെ, വാട്ട് ആർ യു ഡൂയിങ് നൗ. ഇപ്പൊ ഞാൻ എന്നാ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിന് ട്രൂ ഓർ ഫോൾസ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇതിന് നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ എന്താ പറയാ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെ, പഠിക്കൊണ്ടിരിക്കുന്നു അല്ലെ, ഫുഡ് കഴിക്കുന്നു അല്ലെ, നടക്കുന്നു അല്ലെ, എഴുതുന്നു അങ്ങനെ നമ്മൾ പറയാം അല്ലെ. അല്ലാണ്ട് വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അങ്ങനെയല്ല നമ്മൾ പറയുന്നല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ, പ്രൊപ്പോസിഷൻ എന്താണ്, അല്ലാതെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ പറഞ്ഞത്, എ പ്രൊപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് വിച്ച് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ്. അപ്പൊ നമുക്ക് വാട്ട് ആർ യു ഡൂയിങ് നൗ എന്നില്ലെങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആണെന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല അല്ലെ. വേറെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, x+3=5. ഇത് പ്രൊപ്പോസിഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. x+3=5 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ഇപ്പൊ 2 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ 5 ആവുള്ളൂ അല്ലെ. പക്ഷെ എക്സിന്റെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. x+3=5 എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവില്ല, അതൊരു പ്രൊപ്പോസിഷൻ ആവില്ല. ബട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ടുഡേ ഈസ് സാറ്റർഡേ അങ്ങനെ പറയുന്നത്, ഇതെന്താണ് ഫാൾസ് ആണ് അല്ലെ. അത് ഫാൾസ് ആണ്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത്. ഇത് പക്ഷെ എന്തല്ല, ട്രൂ ഓർ ഫാൾസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇത് എന്തല്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. ഓക്കെ, അപ്പൊ പ്രൊപ്പോസിഷന്റെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പ്രൊപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് വിച്ച് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കണക്റ്റീവ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ സാധാരണ PGക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചുകൂടി ഉണ്ട് നമുക്കിപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് എക്സാമിനാണെങ്കിൽ. പക്ഷെ ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനേ വേണ്ടി വരുള്ളൂ. ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി, മുന്നേ ഉള്ള പഠിച്ച് മറന്നത് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മാത്രം മതി. കണക്റ്റീവ്സ് ഓർ ലോജിക് ഓപ്പറേറ്റേഴ്സ് അല്ലെ, കണക്റ്റീവ്സ് ഓർ ലോജിക് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് നെഗേഷൻ. ഒന്നാമത്തേത് വരുന്നതാണ് നെഗേഷൻ. രണ്ടാമത്തേത് കൺജങ്ഷൻ. മൂന്നാമത്തേത് ഡിസ്ജങ്ഷൻ. നാലാമത്തേത് കണ്ടീഷണൽ. കണ്ടീഷണൽ നമ്മൾ എന്ത് പറയും, ഈഫ് ദെൻ അല്ലെ. P/Q എന്നെല്ലാം പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ, ഈഫ് ദെൻ. അഞ്ചാമത്തേത് ബൈ കണ്ടീഷണൽ. ഇഫ് ആൻഡ് ഓൺലി ഈഫ് അല്ലെ. നമുക്ക് എങ്ങനെ പറയാ, നെഗേഷൻ നമുക്ക് ഇങ്ങനെ സിമ്പിൾ യൂസ് ചെയ്യാം അല്ലെ, അല്ലെങ്കിലോ ടിൽഡ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. കൺജങ്ഷൻ ആണെങ്കിൽ, ഡിസ്ജങ്ഷൻ ആണെങ്കിൽ ഓക്കെ. പിന്നെ കണ്ടീഷൻ ആണെങ്കിലോ ആരോ മാർക്ക് അല്ലെ, ആരോ മാർക്ക് നമ്മൾ യൂസ് ചെയ്യലുണ്ട്. ബൈ കണ്ടീഷനിലാണെങ്കിലോ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിലോ അല്ലെ, കാണുന്നില്ല അല്ലെ, ഇത്
കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. നെഗേഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, കണ്ടീഷണൽ, ബൈ കണ്ടീഷണൽ. അപ്പൊ അതിനകത്ത് നെഗേഷന്റെ സിമ്പിൾ ഓർമ്മിക്കുക, കൺജങ്ഷന്റെ സിമ്പിൾ, ഡിസ്ജങ്ഷന്റെ, കണ്ടീഷണലിന്റെ, ബൈ കണ്ടീഷണലിന്റെ സിമ്പിൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ, ഈ സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മള് സെന്റൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ്, ഈ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കണക്റ്റീവ്സ് ഓർ ലോജിക് ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ് നമ്മൾ കണക്റ്റീവ്സ് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്? നെഗേഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ, കണ്ടീഷണൽ ആൻഡ് ബൈ കണ്ടീഷണൽ. ഇത്രയും ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് പറയും, അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നെക്സ്റ്റ് വരുന്നത് ട്രൂത്ത് ടേബിൾ. നമ്മള് ഇലക്ട്രോണിക്സ് എല്ലാം പഠിക്കുന്ന സമയത്ത് ഫെമിലിയർ ആയിട്ട് കേൾക്കുന്നതാണ് അല്ലെ, വളരെ ഫെമിലിയർ ആണ്. എന്ത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എന്താ പറയും? ട്രൂത്ത് ടേബിൾ. അപ്പൊ എന്താ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാല്? എ ട്രൂത്ത് ടേബിൾ അല്ലെ, എ ട്രൂത്ത് ടേബിൾ ഈസ് എ കമ്പ്യൂട്ടേഷണൽ ഡിവൈസ്, by which we can determine truth values of a propositional form, Truth table shows the truth values of compound proposition for all possible cases. അല്ലെ, ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? A truth table is a computational device by which we can determine truth values of a propositional form. അല്ലെ, truth table shows the truth values of compound proposition. അല്ലെ, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലധികം വരുന്ന സമയത്ത് അല്ലെ, ഒരു ഇപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒറ്റന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രൂത്ത് വാല്യൂസ് നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണെന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ വരുന്ന സമയത്ത് അല്ലെ, ഫോർ ഓൾ പോസിബിൾ കേസസ്, എല്ലാ പോസിബിൾ കേസസിന്റെ ട്രൂത്ത് വാല്യൂസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് യൂസ് ചെയ്തിട്ട്? നമ്മള് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട്. നോട്ട്സ് എഴുതി എടുക്കുമല്ലോ. അടുത്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെഗേഷൻ. അപ്പൊ ഞാനിതൊരു പി എഴുതുന്നു. നെഗേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്ത് കൊടുത്താൽ മതി? ടിൽഡ് സിമ്പിളും പിയും കൊടുത്താൽ മതി അല്ലേ. എങ്ങനെയായാലും പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷന് ഞാൻ 1 കൊടുക്കുന്നു, പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷന് ഞാൻ 0 കൊടുക്കുന്നു. പിക്ക് ഞാൻ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പിക്ക് ഞാൻ 0 ആന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് നേരെ ഓപ്പോസിറ്റ്, എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ. ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും, അതുപോലെ തന്നെ ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു നെഗേഷന്റെ എടുക്കുവാണെങ്കിൽ അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരുക? ഇതുപോലെ വരും അല്ലെ. പിയും നെഗേഷൻ പിയും. പിയുടെ വാല്യൂ 1 ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിയുടെ വാല്യൂ 0 ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സിമ്പിൾ, അത് വലിയ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇതിനകത്ത്. ഇനി നമുക്ക് 2 പ്രൊപ്പോസിഷൻ എടുത്ത് നോക്കാം. നമുക്കൊരു പിയും ക്യൂവും. ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ് അല്ലെ. അതായത് 2 പിന്നെ വാല്യൂസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം, അതായത് 2 വാല്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ 2:2. എത്ര കോമ്പിനേഷൻ എത്ര വരും? 4 കോമ്പിനേഷൻ. അതായത് 2 ബിറ്റ് വാല്യൂസ് അല്ലെ.
0 0 0 1 1 0 1 1. അതുപോലെ തന്നെ നമ്മൾ 3 എടുക്കുന്നുണ്ടെങ്കിലോ, 3 എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, 2 ക്യൂബ് വരും അല്ലെ. അതായത് 3 ബിറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ക്യൂബ് നമ്പർ ഓഫ് കോമ്പിനേഷൻ ഉണ്ടാവും. ഏത് മുതൽ 0 0 0 മുതൽ ഏത് വരാം 1 1 1 വരെ. അത് നമ്മൾ 4 ബിറ്റ് എടുക്കുന്നുണ്ടെങ്കിലോ, 4 ബിറ്റ് എടുക്കുന്നുണ്ടെങ്കിലോ എങ്ങനെ വരുക, 2⁴ വരും. അത്ര 16. അതെങ്ങനെ വരുക, 0 0 0 0 മുതൽ 1 1 1 1 വരെ. 1 1 1 1 എന്ന് പറയുന്നത് എത്രയാണ്, 50. 0 0 0 0 എന്ന് പറയുന്നതോ 0. 3 ബിറ്റ് എടുക്കുന്നുണ്ടെങ്കിലോ 2 ക്യൂബ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലെ. 0 0 0 മുതൽ 1 1 1 വരെ. 0 0 0 എന്ന് പറയുന്നത് 0 ആണ്. 1 1 1 എന്ന് പറയുന്നത് 4 2 1 എത്ര വരും, 7 ആണ് വരും അല്ലെ. ഇതാണെങ്കിലോ 2 ബിറ്റ് എടുക്കുന്നുണ്ടെങ്കിലോ 2⁴. ദാറ്റ് മീൻസ് 4 നമ്പർ ഓഫ് കോമ്പിനേഷൻ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ വരുന്ന സമയത്ത് 0 0 മുതൽ 1 1 വരെ. 0 0 എന്ന് പറയുന്നത് എത്രയാ, 0യും 1 1 എന്ന് പറയുന്നത് എത്രയാണ്, 3 അല്ലെ. 2 1 4 2 1 8 4 2 1 2 1 എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും. 0 to 3 വരെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ 4 കോമ്പിനേഷനാണ്, ഈ 4 കോമ്പിനേഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. 1 1, അതുപോലെ തന്നെ 1 0 0 1 0 0. ഓക്കെ, ആ കോമ്പിനേഷനാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മളൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കുറച്ചെണ്ണം കൊടുക്കാം നമുക്ക്. P conjunction Q, P disjunction Q, P by Q, അതുപോലെ തന്നെ P biconditional Q. ഇതിന്റെ വാല്യൂസ് എങ്ങനെ വരും നമുക്ക് ഒന്ന് നോക്കി നോക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആൻഡ് ഓപ്പറേഷൻ വരും അല്ലെ. ആൻഡ് ഓപ്പറേഷൻ വരുന്ന സമയത്ത് എന്താണ്, എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇവിടെ ട്രൂ വരുള്ളൂ. ഇവിടെ ഒരു എഫ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എഫ് ആണ്, ഇവിടെ ഒരു എഫ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എഫ് ആണ്, ഇതിവിടെ എഫ് വന്നിട്ടുണ്ട് എഫ് ആയിരിക്കും. അപ്പൊ കൺജങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സാധാരണ നമ്മളെ ഗേറ്റ് പഠിക്കുന്ന സമയത്തുള്ള ആൻഡ് ഓപ്പറേഷൻ തന്നെയാണ് ഈ കൺജങ്ഷൻ വരിക അല്ലെ. രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫാൾസ്. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പി ഡിസ്ജങ്ഷൻ ക്യൂവിന്റെ കേസിലാണെങ്കിലോ, ഈ ഡിസ്റ്റിങ്ഷൻ ക്യൂവിന്റെ കേസിൽ എന്താ നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഈ ഡിസ്റ്റിങ്ഷൻ ക്യൂവിന്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഏതെങ്കിലും if any one of the input is true the output is true അല്ലെ. if any one of the input is true the output is true. any one of the input is true the output is true. if any one of the input is true the output is true. if any one of the input is true the output is true. ഇവിടെ ഒന്നും എന്തില്ല, ട്രൂ ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്, ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടി 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 എഫ് എന്ന് കിട്ടി. ഓക്കെ, ഇനി പി പി ബൈ ക്യൂ അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെയാ പറയുന്നത്, നെഗേഷൻ പി യൂണിയൻ ക്യൂ അല്ലെ. നെഗേഷൻ പി യൂണിയൻ ക്യൂ ആണ് നമ്മൾ സാധാരണ പറയാം. അപ്പൊ ഇവിടെ എങ്ങനെ വരും അല്ലെ. ഇവിടെ നമുക്ക് ഈ ഒരു ഫോർമുല നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് അല്ലെ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എഴുതാം. ഓക്കെ, നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. ട്രൂ ഫാൾസ് ട്രൂ ട്രൂ. അതുപോലെ തന്നെ പി ബൈ കണ്ടീഷൻ ക്യൂവിന്റെ ആണെങ്കിലോ, പി ബൈ കണ്ടീഷൻ ക്യൂവിന്റെ എങ്ങനെയാ നമ്മൾ പറയാ, പി ബൈ കണ്ടീഷൻ ക്യൂവിന്റെ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ അല്ലെ, പി ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ ട്രൂവും, അതുപോലെ തന്നെ പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം, രണ്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂവും, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസും ആയിരിക്കും പി ബൈ കണ്ടീഷൻ ക്യൂവിന്റെ വരുന്ന സൈറ്റിൽ. അപ്പൊ ഇവിടെ ട്രൂ ആയിരിക്കും, ഇവിടെയും ട്രൂ ആയിരിക്കും. ബിക്കോസ് രണ്ടും സെയിം ആയതുകൊണ്ട്. ഇവിടെ രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അപ്പൊ ഇതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഈ ഒരു നമുക്ക് അറിയുന്നതന്നെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ആയിട്ട് പറയാത്തത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചോദിക്കാനുള്ളത് വരുന്നത്ര. ഓക്കെ, അപ്പൊ പിയും ക്യൂവും രണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. പി കൺജങ്ഷൻ ക്യൂ, പി ഡിസ്ജങ്ഷൻ ക്യൂ, പി ബൈ ക്യൂ, അതുപോലെ തന്നെ പി ബൈ കണ്ടീഷൻ ക്യൂ. അതിന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് വാല്യൂസ് നമ്മൾ ഈ ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാല് അതിനെ എങ്ങനെ ഈ പ്രൊപ്പോസിഷന്റെ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം.
ഫോർ എക്സാമ്പിൾ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുവാണ്. ഹി ഈസ് coward. Then we do Q. He is lazy. മടിയനാണല്ലേ, ലേസിയാണ്. ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഹി ഈസ് റിച്ച് അല്ലെ, ഭയങ്കര പണക്കാരനാണ്. ഈ 3 പ്രൊപ്പോസിഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഹി ഈസ് കവേർഡ്, ഹി ഈസ് ലേസി, ഹി ഈസ് റിച്ച്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ സിംബോളിക് ഫോം അല്ലെ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ സിംബോളിക് ഫോം. ഈ ഒരു ഒറ്റൊരു എക്സാമ്പിള് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മാത്രം മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് he is either coward or lazy. He is either coward or poor ആണ്. either coward or poor. He is either coward or poor. അപ്പൊ നമ്മളോട് എന്താ നമ്മൾ തന്നിരിക്കുന്നത്? He is either coward or poor അല്ലെ. ഒന്നുകിൽ coward ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, poor ആയിരിക്കും. either coward or poor അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോമ്പൗണ്ട് സിംബോളിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. എങ്ങനെ വരും? ഹി ഈസ് കോവാർഡ് എന്നില്ലേന്ന് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഹി ഈസ് കോവാർഡ് എന്നില്ലേന് പി ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഒന്നുകിൽ കോവാർഡാണ്, അല്ലെങ്കിൽ പൂവർ ആണ് അല്ലെ. കോവാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൂവർ. ഇതിൽ ഏതോ ഒന്നാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? either coward or poor എന്ന് പറയുന്ന സമയത്ത് he is coward എന്നില്ലേ നമുക്ക് ഇവിടെ പി തന്നിട്ടുണ്ടല്ലോ അല്ലെ. coward അല്ലെ, he is coward. ഒന്നുകിൽ coward ആയിരിക്കും, അല്ലെങ്കിലോ അല്ലെ he is coward. either coward or poor എന്നാ പറഞ്ഞിട്ട്. ഒന്നുകിൽ coward ആയിരിക്കും, അല്ലെങ്കിൽ poor ആയിരിക്കും. അപ്പൊ എങ്ങനെയാ? പി ഡിസ്ജങ്ഷൻ he is poor എന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? he is poor എന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലെ. നമ്മൾ പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? he is rich എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. he is rich എന്ന് പറയുന്നത് നമുക്ക് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ? he is, ഇതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? he is not rich അല്ലെ. he is rich എന്നതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? he is not rich അല്ലെ. അതായത് നെഗേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് നമുക്ക് he is not rich എന്ന് എഴുതാം. he is not rich എന്നതിന് നമുക്ക് എന്ത് കൊടുക്കാം? he is poor അല്ലെ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. അത് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കാം. ഇതൊന്നും ഒറ്റരെണ്ണം ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സിമ്പിൾ ആയിരിക്കും. he is rich എന്നുള്ളത് ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ ആർ നമുക്ക് എങ്ങനെ എഴുതാം? he is നോട്ട് റിച്ച് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, നെഗേഷൻ ആറായിട്ട്. ഈ നോട്ട് റിച്ച് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഹീസ് പുവർ അല്ലെ. നോട്ട് റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവനാണ് അല്ലെ, റിച്ച് അല്ല, പുവർ. അപ്പൊ ഹീസ് പുവർ എന്നില്ലേ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് നെഗേഷൻ ആറ്. ഇത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഹീസ് ഐദർ കോവാർഡ് ഓർ പുവർ അല്ലെ. പുവർ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നിട്ടില്ല, പക്ഷെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗേറ്റ് ചെയ്തിട്ട് ഹി ഈസ് പുവർ എന്ന് പറയാം. അതായത് ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ പറയാം? ഹി ഈസ് കോവാർഡ് ഓർ ഹി ഈസ് പുവർ. ഒന്നുകിൽ അവൻ കോവാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ എന്തായിരിക്കും? പുവർ ആയിരിക്കും. ഹി ഈസ് കോവാർഡ് ഓർ ഹി ഈസ് പുവർ അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അക്കത്തരത്തിലേക്ക് മാറ്റാം. അങ്ങനെയാണ് നമുക്ക് പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ആറ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഹി ഈസ് ഐദർ കോവാർഡ് ഓർ പുവർ എന്നുള്ള വന്നിട്ട് നമുക്ക് എങ്ങനെയാ പറയാ? ഹി ഈസ് കോവാർഡ് ഓർ ഹി ഈസ് പുവർ.
അപ്പൊ ഹീസ് കോവാർഡ് എന്നില്ലേ നമുക്ക് ഇവിടെ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ പ്രൊപ്പോസിഷൻ ആയിട്ടുണ്ട്. ഓർ അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കും? ഹീസ് പുവർ. പുവർ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷെങ്കിൽ ഹീസ് റിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീസ് നോട്ട് റിച്ച് എന്ന് കിട്ടും. ബട്ട് നോട്ട് റിച്ച് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നോട്ട് റിച്ചിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പുവർ കൊടുക്കാം. അപ്പൊ ഹീസ് പുവർ എന്നുള്ളത് നെഗേഷൻ ആറായിട്ട് എഴുതാം. അങ്ങനെയാണ് ഇവിടെ നെഗേഷൻ ആറ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹീസ് നൈദർ അല്ലെ, നൈദർ കോവാർഡ് നോർ ലേസി. എന്താണ് പറയുന്നത്? നൈദർ കോവാർഡ് അല്ലെ, ഹീസ് കോവാർഡ് ആണ് പി. ഹീസ് നൈദർ കോവാർഡ് എന്ന് പറഞ്ഞാൽ എന്തായി? നെഗേഷൻ പി ആയി. നോർ ലേസി, കോവാർഡും അല്ല പിന്നെ എന്തും അല്ല, ലേസിയും അല്ല. ഓറാണോ പറയുന്നത്? കോവാർഡ് ഓർ ലേസി ആണോ? അല്ല, കോവാർഡും അല്ല ലേസിയും അല്ല എന്നാ പറയുന്നത് അല്ലെ. രണ്ടും അല്ല, കോവാർഡും അല്ല ലേസിയും അല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? കൺജങ്ഷൻ കൊടുക്കാം അല്ലെ. നോർ ലേസി, നെഗേഷൻ ക്യൂ അല്ലെ. ഹീസ് നൈദർ കോവാർഡ് നോർ ലേസി. കോവാർഡും അല്ല ലേസി അല്ല. കോവാർഡിനാണ് പി പറഞ്ഞത്, ലേസിക്കാണ് ക്യൂ എന്നത് പറഞ്ഞത്. കോവാർഡ് അല്ല എന്ന് പറയുന്നത് എന്തായി? നെഗേഷൻ പി. ലേസി അല്ല എന്ന് പറയുന്നത് എന്തായി? നെഗേഷൻ ക്യൂ. അപ്പൊ കോവാർഡും അല്ല ലേസി അല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ കൊടുക്കാം? നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത നമുക്ക് നോക്കാം. സി, it is false. It is false that അല്ലെ, it is false that ഇനി വരുന്നതാണ് എന്ത്? false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ. it is false that he is coward but not lazy. It is false that he is coward but not lazy. നമുക്ക് he is coward but not lazy എന്ന് പറയുന്നത് എങ്ങനെ എഴുതാ? he is coward എന്താണ്? P. but not lazy, പക്ഷെ എന്തല്ല? ലേസി അല്ല അല്ലെ. coward ആണ് പക്ഷെങ്കില് not lazy. he is lazy എന്നുള്ളത് എന്താണ്? Q ആണ്. not lazy എന്ന് പറയുന്നത് എന്താണ്? നെഗേഷൻ Q ആണ്. അപ്പൊ he is coward but not lazy എന്ന് പറയുന്നത് എന്താ? ഭീരു ആണ് പക്ഷെങ്കിൽ എന്തല്ല? പിന്നെ മടിയനല്ല അല്ലെ. ഭീരു ആണ് പക്ഷെങ്കിൽ മടിയനല്ല, രണ്ടും ആണ് അല്ലെ. ഭീരു ആണെങ്കിലും പക്ഷെങ്കിൽ മടിയനല്ല എന്നാ പറഞ്ഞത്. നോട്ട് ലേസി. അപ്പൊ he is coward എന്നുള്ളതിന്റെ പിയും ബട്ട് നോട്ട് ലേസി അല്ലെ. നോട്ട് ലേസി പക്ഷെങ്കിൽ എന്തല്ല? ലേസി അല്ല. ലേസി എന്നുള്ളത് ക്യൂ ആണെങ്കിൽ നോട്ട് ലേസി എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ. കഴിഞ്ഞിട്ടില്ല അല്ലെ. എന്താ പറയുന്നത്? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് അല്ലെ. ശരിയല്ല, നെഗേഷൻ ആണ് അല്ലെ. it is false that he is coward but not lazy. he is coward but not lazy. it is false അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? false ആണ്. അപ്പൊ ഇവിടെ ഒരു നെഗേഷൻ വന്നു. ഓക്കെ, അടുത്തത് it is not true that he is not rich. എന്താ പറഞ്ഞത്? it is not true that he is not rich. he is not rich എന്ന് എങ്ങനെ എഴുതാം നമുക്ക്? he is rich ആണെങ്കിൽ ആറാണല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രൊപ്പോസിഷൻ പറയുന്ന സമയത്ത് he is not rich എന്ന് പറയുന്നത് നെഗേഷൻ ആറാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ he is rich എന്ന് പറയുന്നത് ആറാണെങ്കിൽ
ഹി ഈസ് നോട്ട് റിച്ച് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം? നെഗേഷൻ ആർ എഴുതാം. അപ്പൊ ഹി ഈസ് നോട്ട് റിച്ച് എന്നുള്ളതിന് നെഗേഷൻ ആർ എഴുതി അല്ലേ? അപ്പൊ ഇതെന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? സത്യമല്ല അല്ലെ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? സത്യമല്ല, ട്രൂ അല്ല അല്ലെ? നെഗേഷൻ ആണ്, അതിന്റെ നെഗേഷനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹി ഈസ് നോട്ട് റിച്ച് എന്നുള്ളതിന് നമുക്ക് നെഗേഷൻ ആർ എഴുതാം. ബിക്കോസ് ഹി ഈസ് റിച്ച് എന്നുള്ളത് ആറാണെങ്കിൽ നെഗേഷൻ ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഹി ഈസ് നോട്ട് റിച്ച്. ഇത് നമുക്ക് തന്നിട്ടില്ല, ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നെഗേഷൻ ആർ എന്ന് പറയുന്നത്. ഹി ഈസ് നോട്ട് റിച്ച് അല്ലെങ്കിൽ ഹി ഈസ് പൂർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹി ഈസ് നോട്ട് റിച്ച് ഇല്ലെങ്കിൽ നെഗേഷൻ ആർ കൊടുത്തു. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ്, അപ്പൊ അത് ശരിയല്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നെഗേഷൻ കൊടുത്തു വിടാം. ഓക്കെ, നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ. അപ്പൊ ശരിക്കും എന്താന്ന് വരുക? അയാൾ റിച്ച് ആണല്ലേ? നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ഹി ഈസ് നോട്ട് റിച്ച്. ഇത് എന്താ പറയുന്നത്? ഇത് അയാൾ റിച്ച് അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അയാൾ റിച്ച് അല്ല എന്ന് പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഓൾറെഡി റിച്ച് ആണ് അല്ലെ? നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ആക്ച്വലി ഇതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആറ് തന്നെ വരും, നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെങ്കിൽ ആറ് എഴുതി കഴിഞ്ഞാൽ ആൻസർ ചിലപ്പോൾ ഉണ്ടാവില്ല അതിനകത്ത്, ചിലപ്പോൾ ആൻസർ ഉണ്ടായെന്നും വരാം. പക്ഷെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളെ സിംബോളിക് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്തെന്താണ്? ഇറ്റ് ഈസ് false that, it is false that he is coward, he is coward or lazy, he is coward or lazy, but not rich. It is false that he is coward or lazy. 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 പക്ഷെങ്കിൽ എന്തല്ല? But not rich. But not rich. അല്ലേ? അയാള് ഭീരുവോ അല്ലെങ്കിൽ മടിയനോ ആണ്. പക്ഷെങ്കിൽ എന്ത് കൂടിയല്ല? എന്തല്ല? റിച്ച് അല്ല, നോട്ട് റിച്ച് ആണ്. അതായത് നെഗേഷൻ ആറാണ് അല്ലെ? നോട്ട് റിച്ച്, ബട്ട് നോട്ട് റിച്ച് രണ്ടും വരുന്നത് കൊണ്ടാണ് ഇവിടെ കൺജങ്ഷൻ വരുന്നത് അല്ലെ? ബട്ട് നോട്ട്, അയാള് പക്ഷെങ്കിൽ എന്തല്ല? റിച്ച് അല്ല. ഇപ്പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ഫോൾസ് അല്ലെ? ഇറ്റ് ഈസ് ഫോൾസ്. അപ്പൊ എങ്ങനെ വരും? നെഗേഷൻ വരും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം നമുക്ക്. നമ്മളോട് എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് he is coward or lazy but not rich. He is coward or lazy, ഒന്നുകിൽ ഭീരുവോ അല്ലെങ്കിൽ മടിയനോ ആണ് അല്ലെ? ഭീരുവോ അല്ലെങ്കിൽ മടിയനോ ആണ്. ബട്ട് എന്തല്ല? നോട്ട് റിച്ച്. he is not rich അല്ലെ? റിച്ച് അല്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ദാറ്റ് അല്ലെ? ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഓക്കെ, അപ്പം he is coward or lazy എന്നുള്ളത് he is coward എന്ന് പറയുന്നത് P, or lazy but not rich അല്ലെ? but not rich. It is false that, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ it is false that he is coward or lazy but not rich. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ബ്രാക്കറ്റിനകത്തുള്ളത് അങ്ങനെ തന്നെ എഴുതിയിട്ട് തന്നെ പോവാം, എന്നാൽ മാത്രമേ നമുക്കത് ഫുൾ ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ആദ്യമേ നമ്മൾ ഈ നെഗേഷൻ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രാക്കറ്റ് വിടുന്നത് എവിടെ ക്ലോസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഫോൾസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം ഫില്ല് ചെയ്യാം, അതിന്റെ കൂടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ഫില്ല് ചെയ്യാം, അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം മാത്രം ഫോൾസ് ദാറ്റിലേക്ക് പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയതായിട്ട് അവിടെ തെറ്റാൻ ചാൻസ് ഇല്ല. ഓക്കെ,
അടുത്ത നമുക്ക് നോക്കാം. He is rich or else he is both coward and lazy. അല്ലേ? He is rich. He is rich or else he is both coward and lazy. He is both coward and lazy എന്ന് പറയുന്നത് എങ്ങനെയാ? He is both coward. P intersection Q. അല്ലേ? He is both coward and lazy. He is coward എന്നുള്ളത് P യും he is lazy എന്നുള്ളത് Q. He is both coward and lazy. അപ്പൊ എങ്ങനെ എഴുതാ? P intersection Q. Or അല്ലേ? Or he is rich. He is rich. He is rich ന് R. Okay. He is rich R or else. Disjunction to he is both coward and lazy. ഒന്നുകിൽ അയാൾ റിച്ച് ആണ് അല്ലെ, പണക്കാരനാണ്, അല്ലെങ്കിൽ എന്താണ്, ഒന്നുകിൽ ഭീരുവും മടിയനും ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കേസാണ് വരുന്നത്. ഒന്നുകിൽ റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഭീരുവും കൊവാടും അല്ലെ, രണ്ടുമാണ്. ഭീരു കൊവാടും ആണ്, ലേസിയും ആണ് അല്ലെ. ഭീരുവും അതുപോലെ തന്നെ മടിയനുമാണ്. ഭീരു കൊവാട് എന്നുള്ളതിന്റെ പിയും ക്യൂ എന്നുള്ളതിന്റെ, അതായത് ലേസി എന്നുള്ളതിന്റെ ക്യൂവും വന്നു അവിടെ. അപ്പൊ ആർ കൺജങ്ഷൻ പി ഇന്റർസെക്ഷൻ. ഈ ബ്രാക്കറ്റിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നിരിക്കുന്നത് ഈ മൊത്തം സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ബ്രാക്കറ്റിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ടൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പൊ അങ്ങനെ തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ കുറേ എണ്ണം പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമുക്ക് മതിയാക്കാം. ഓക്കെ, ഹൗ മെനി, മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ഡിഫറെന്റ് ട്രൂത്ത് ടേബിൾ ഓഫ് കോമ്പൗണ്ട് proposition, how many different truth table of compound proposition that involve proposition P and Q. Answer വന്നിരിക്കുന്നത് 2, B4, C8, D16. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡിഫറെന്റ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ involve P and Q is 2 raised to n. 2 raised to n. അപ്പൊ ഇവിടെ എത്ര വരും? 2 raised to n എന്ന് പറയുന്നത് 2 വരും. അതായത് 2 raised to 4 വരും. 2 raised to 4 എന്ന് പറയുന്നത് എത്ര വരും? 16 വരും. അതായത് ഡി ആയിരിക്കും ഇവിടെ ആൻസർ വരിക. അപ്പൊ ഇത് ഒരു ഫോർമുലയാണ്, ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഉപകാരപ്പെടും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബോക്സിനകത്തോ അങ്ങനെ മറ്റോ ആക്കിയിട്ട് അതൊന്ന് ഓർത്ത് വെച്ചാൽ നന്നാവും. ഓക്കെ, അപ്പൊ മതിയാക്കാന്നാല് ആദ്യത്തെ പ്രൊപ്പോസിഷണൽ ലോജിക് തുടങ്ങി, മാത്തമാറ്റിക്കൽ ലോജിക് തുടങ്ങിയിട്ട് ആദ്യത്തെ ക്ലാസ് അല്ലേ. അപ്പൊ ഇന്ന് എടുത്ത് അത് ഒന്നുകൂടി പിന്നെ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ അകത്ത് ഒന്ന് ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റും കിട്ടും. എന്ന് നമുക്ക് നാളെ തിരിച്ചിട്ട്, അതായത് പിന്നെ സിമ്പിൾ തന്നിട്ട് അത് നേരെ തിരിച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കൂടി നോക്കാം. രണ്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ രണ്ടും നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ.